ആലോചിക്കേണ്ട കാര്യമില്ല. ഉണ്ടായിരുന്ന ഈ ശവ കത്തിക്കുമ്പോ മൊത്തം മുടിയിലും ശവകത്ത് നാട്ടെ കൂടെ അത്രയും കുറച്ച് കാലം കൊണ്ട് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരുന്നാണ് പറ്റൂല, ശവ കൂടെ തടയും, അല്ലെങ്കിൽ കടയ്ക്കലിലെ ആധുനിക വാതക ശ്മശാനത്തിനെതിരെ നാട്ടുകാർ രംഗത്തെത്തി. 1.75 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വാതക ശ്മശാനത്തിൽ നിന്നുള്ള രൂക്ഷഗന്ധം സഹിക്കാനാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതേ തുടർന്ന് നാട്ടുകാർ ഒന്നടങ്കം സംഘടിച്ച് പ്രതിഷേധം അറിയിച്ചു. കടയ്ക്കൽ പഞ്ചായത്തിലെ ചായിക്കോട് വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. 1.5 മാസം മുൻപാണ് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ആധുനിക വാതക ശ്മശാനം ചായിക്കോട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. തുടക്കം മുതൽ തന്നെ ഇവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ശരിയായ രീതിയിലല്ല ഇതിന്റെ പ്രവർത്തനമെന്നും നിർമ്മാണത്തിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. മൃതദേഹം ദഹിപ്പിക്കുമ്പോഴുണ്ടാകുന്ന പുക കുഴൽ വഴി മുകളിലേക്ക് പോകാതെ പരിസരമാകെ വ്യാപിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം മാംസവും മുടിയും കത്തുന്ന ഗന്ധവും അനുഭവപ്പെടുന്നതായി പറയുന്നുണ്ട്. ഈ സമയം പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാനാകാത്ത സ്ഥിതിയാണ്. പലർക്കും ഇതേ തുടർന്നുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകളും ചിലർ ഒരെണ്ണം നിങ്ങളുടെ അനുഭവത്തോടുകൂടി ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു സാഹചര്യം കത്തിച്ച് കണ്ടതിന് ശേഷം മാത്രമേ ബോഡി ഇത് ശരിയാക്കിയതിന് പൊന്ന് ചേച്ചി ഇത് ശരിയാക്കി വെച്ചു. ആദ്യത്തെ 4-5 ബോഡി ഇവിടെ എന്തെങ്കിലും പ്രശ്നം അപ്പോഴും ഉണ്ടായിരുന്നു. പോകാൻ ഈ പിള്ളേർ കവർ തിരിയുന്നവർ എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്ന പറയുന്ന ഒരു പ്രശ്നം എനിക്ക് പരിഹരിക്കാൻ കഴിയില്ല. ഇന്നിപ്പം ആത്മാർത്ഥമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി പരിഹരിച്ച് നിങ്ങളുടെ ബോധ്യമാക്കിയിട്ട് ശേഷം മാത്രമേ ബോഡി കണ്ടിന്യൂസ് ആയിട്ട്. പ്ലാന്റ് നിർമ്മാണത്തിലെ തകരാർ മൂലം മൃതദേഹം മുഴുവനായും കത്താറില്ല എന്നും പരാതിയുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് നാട്ടുകാർ പലതവണ പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകിയിരിക്കുകയാണ്. വിദഗ്ധരെത്തി പരിശോധന നടത്തിയെങ്കിലും പഴയ സ്ഥിതി തുടരുക തന്നെയാണ്. ജനവാസ മേഖലയിൽ ശ്മശാനം സ്ഥാപിക്കുന്നതിൽ തുടക്കം മുതൽ ഇവിടെ പ്രതിഷേധം ശക്തമായിരുന്നു. അങ്കണവാടി, പകൽവീട്, പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റ് എന്നിവയോട് ചേർന്നാണ് വാതക ശ്മശാനം നിർമ്മിച്ചിരിക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ശ്മശാനത്തിന്റെ പ്രവർത്തനം അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ നാട്ടുകാർ. മൃതദേഹവുമായി വരുന്ന വാഹനം ടൗണിൽ ചായിക്കോട് റോഡിൽ തടയുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വിസ്മയ ന്യൂസ്, കടയ്ക്കൽ.